സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പ്, ദേശീയ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല പരിപാടി ഫെബ്രുവരി 15 ഞായറാഴ്ച വൈകിട്ട് വെള്ളിയാങ്കല്ലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല പരിപാടി തൃത്താല വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയിൽ തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി എക്സൈസ് കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് 5 മുതൽ തൃത്താല സെന്ററിൽ നിന്ന് വെള്ളിയാങ്കല്ല് വരെ ഹെൽത്തി വാക്ക്, തുടർന്ന് പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും നടക്കും. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ആരോഗ്യമേഖലയിൽ ആയുഷ് വകുപ്പ് നടത്തിയ ജനോപയോഗപ്രദമായ മുന്നേറ്റങ്ങളുടെ പ്രദർശനം പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിൽ കേരള സർക്കാർ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആരോഗ്യമേഖലയിൽ വലിയ മാറ്റമാണ് തൃത്താല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു. ജനങ്ങൾ സ്വാഭാവികമായി വന്നുചേരുന്ന ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് തൃത്താല വെള്ളിയങ്കല്ലിലെ മണൽ പരപ്പിൽ ശിവരാത്രി നാളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വെബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം നാഗലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബ്രുവരി 21 രാവിലെ 11 മണിക്ക് നടക്കും. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ ടിവിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കൃഷ്ണദാസ്, ചാലിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ആതിര, നാഗലശ്ശേരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS ഷാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാർ ജനുവരി 1 തൊട്ട് സംസ്ഥാനത്തുടനീളം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായി വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ജനുവരി 1 സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളം എന്നിവ സംയുക്തമായി അതിന് തുടർച്ചയായി വൈബ് ഫോർ വെൽനസ് പരിപാടി തുടർച്ചയായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബോധവൽക്കരണ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി തൃത്താല നിയോജക മണ്ഡലത്തിൽ 2 പരിപാടികളാണ് ആയുഷ് വകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തുടർച്ച എന്നോണം ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്നൊരു പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ആയുഷ് വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും, ആയുഷ് വകുപ്പ് എന്ന് പറയുമ്പോൾ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ ഈ വകുപ്പുകൾ ചേർന്നതാണ് ആയുഷ് വകുപ്പ്. ഈ വകുപ്പുകളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളുടെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പൊതുജനങ്ങൾക്കുള്ള ഒരു ബോധവൽക്കരണം ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 പരിപാടികളും നമ്മൾ തൃത്താല നിയോജക മണ്ഡലത്തിൽ നടത്തുന്നു. ഒന്നാമത്തെ പ്രോഗ്രാം ഫെബ്രുവരി 15 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി എക്സൈസ് കാര്യവകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നു. തൃത്താല സെന്ററിൽ നിന്ന് വെള്ളിയാങ്കല്ല് വരെ ഒരു ഹെൽത്തി വാക്ക്, തുടർന്ന് പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം, സൂംബ ഡാൻസ്, അതോടൊപ്പം ആയുഷ് വകുപ്പുകളുടെ ഒരു വിശദീകരണം പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. നമ്മളിവിടെ തൃത്താല നിയോജക മണ്ഡലം പരിപാടി 2 ദിവസമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 15 ഞായറാഴ്ച ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല എന്ന പേരിലാണ് നമ്മുടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് സംസ്ഥാന തലത്തിൽ തന്നെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൃത്താലയിലും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് ആയുഷ് വകുപ്പിൽ പ്രധാനമായും 2 ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒന്ന് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, മറ്റൊന്ന് ഹോമിയോപ്പതി. ഇതിൽ ISM ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഇവിടെ നേരത്തെ സംസാരിച്ച ചാലിശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിരയാണ്. അതുപോലെ തന്നെ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിക്കുന്ന ഡോക്ടർ ജ്യോതിഷാണ്. ഡോക്ടർ ജ്യോതിഷിന്റെ അഭാവത്തിലാണ് ഇവിടെ നമ്മുടെ PHCയിലെ നാഗലശ്ശേരി PHCയുടെ ഡോക്ടർ ഇരിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു നക്ഷത്രം ഞാൻ പറയാം. ഒന്ന്, ഞായറാഴ്ച തൃത്താല സെന്ററിൽ നിന്ന് വെള്ളിയാങ്കൽ വരെയുള്ള ഹെൽത്തി വാക്ക്, തുടർന്ന് പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം. ഈ ഹെൽത്തി വാക്കില് നമ്മുടെ കൂടെ
നമ്മുടെ മന്ത്രി കൂടി പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇത് പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം ചെയ്യാം എന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ആരോഗ്യ മേഖലയിൽ ആയുഷ് വകുപ്പ് നടത്തിയ ജനോപയോഗപ്രദമായ മുന്നേറ്റങ്ങളുടെ പ്രദർശനം ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മുസമാഷി പോലുള്ള ആളുകളുണ്ട്, ജനകീയാസൂത്രണത്തിന് തുടക്കം കാലം തൊട്ട് പ്രവർത്തിച്ച ആളുകളുണ്ട്. വാടക കെട്ടിടങ്ങൾ വളരെ പരിമിതമായ സൗകര്യങ്ങളിലൂടെയാണ്. എന്നിരുന്നാലും ഈ കേരളം ഉടനീളം നമ്മുടെ ആയുഷ് വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ പരിപാടി പാലക്കാട് ജില്ലാ തലത്തിൽ 10-ാം തീയതി പാലക്കാട് വെച്ചിട്ട് തന്നെ ബഹുമാനത്തിന്റെ ഡെപ്യൂട്ടി കളക്ടർ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാ നിയോജക മണ്ഡലം വൈസും നമ്മൾ ഓരോ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു തൃത്താലയാണ് ആദ്യമായിട്ട് നടത്തുന്നതെന്ന് തോന്നുന്നു. അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പങ്കുചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെൽത്തി അവയർനെസ് മാത്രമല്ല, ഒരു തുടക്കം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇത് ഉടനീളം ഇതൊരു തുടക്കം മാത്രമായിട്ട് കണക്കാക്കിയിട്ട് ഉടനീളം യോഗയുടെ അവയർനെസ്സും ഹെൽത്തി കേരള എന്ന രീതിയിലുള്ള ഒരു തീം വെച്ച് നടക്കുമ്പോൾ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ഭാഗങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ടുള്ള യോഗ ഒരു വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. യോഗയുടെ ഇമ്പോർട്ടൻസും ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഡയറ്റും പിന്നെ നമ്മുടെ ഉറക്കശീലം മറ്റു കാര്യങ്ങളെല്ലാം മറ്റു ജീവിതശൈലി രോഗങ്ങൾക്ക് വരുന്നതിന് തടസ്സമാവുന്നത് ഒരു അബോധം കൂടെ നമുക്ക് സൃഷ്ടിക്കേണ്ടതിന്റെ ഉദ്ദേശങ്ങൾ വരുന്നത്. നേരത്തെ പറഞ്ഞാലും കഴിഞ്ഞ 5 വർഷങ്ങളിലായി നമ്മൾ എന്തൊക്കെ ആയുഷ് വകുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടായിരുന്നത് നമ്മൾ തൃത്താല നിയോജക മണ്ഡലത്തിലെ നേട്ടങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും അതിൽ ഹോമിയോ ഡിസ്പെൻസറിയിൽ ഹോമിയോ വകുപ്പിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളില്ല. ഡോക്ടർ പറഞ്ഞു തന്നെയാണ്, കപ്പൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി തുറന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാലിശ്ശേരിയിലും പട്ടിത്തറയിലും സാധാരണ നടന്നു വരുന്ന ഗവൺമെന്റ് ഡിസ്പെൻസറികളുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് അപ്ഗ്രഡേഷൻ ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ തൃത്താല നിയോജക മണ്ഡലത്തിൽ ഒരു SCP ഡിസ്പെൻസറി ഉണ്ട്. ആ ഡിസ്പെൻസറിക്ക് ആദ്യം ഒരു കെട്ടിടമുണ്ടായിരുന്നില്ല, വാടക കെട്ടിടത്തിലായിരുന്നു. അതും നമുക്ക് ഒരു സ്വയമായിട്ട് നടത്തുന്ന ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ കഴിയും. ഇതൊക്കെ ഒരു നേട്ടങ്ങളാണ്. ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു വരുന്ന പ്രതീക്ഷയും നല്ല രീതിയിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.